ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി തയ്യാറാക്കിയാലോ. പുറമേ നല്ല ക്രിസ്പിയും അത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ കോൺഫ്ലവർ ആണ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്താലും മതിയേ. അപ്പോൾ പലഹാരം നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലേക്ക് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതായത് നമുക്ക് കൈകൊണ്ട് എടുത്ത് ഒന്ന് വിട്ട് കൊടുക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഞാൻ അത് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അകം നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതാണ് കേട്ടോ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ മാവിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അത് എണ്ണ കറക്റ്റ് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കൈ കൊണ്ട് ഇതേപോലെ കുറേശ്ശെ മാവെടുത്ത് നമുക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് റെഡി ആയി കിട്ടും കേട്ടോ. 2 സൈഡും ആ നിറമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിത് മാറ്റാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി മാവ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് എരിവ് കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതായത് കൊണ്ടാണ് പച്ചമുളക് ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാമേ. അപ്പൊ ഞാൻ ഇവിടെ മാവ് അത്യാവശ്യം എല്ലാം ഇതിനകത്തോട്ട് കൈ കൊണ്ട് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തവി കൊണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതെല്ലാം വിട്ട് വന്ന് കിടപ്പുണ്ട് കേട്ടോ. ആ പാത്രത്തിൽ നിന്ന് ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. അപ്പൊ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. അപ്പൊ ഇത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി 2 സൈഡും ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാമേ. വളരെ ഈസിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പൊ ഒരു സ്റ്റെപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് അതേപോലെ കൈ കൊണ്ട് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് കണ്ടല്ലോ, കയ്യിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് മാവ് ഇങ്ങനെ വിട്ട് വരണം. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതേപോലെ കുറേശ്ശെ അങ്ങ് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. 1 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികളൊക്കെ സിമ്പിൾ ആയിട്ട് കഴിച്ചോളുവേ. അപ്പൊ കണ്ടല്ലോ, 2 സൈഡ് നിറം മാറി വന്നതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാമേ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നല്ലൊരു ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ബാക്കിയുള്ള മാവ് എല്ലാം അതേപോലെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പിയാണ്, എന്നാൽ അകം നല്ല സോഫ്റ്റും ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഇതിപ്പോ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാമേ. അപ്പൊ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എന്നാൽ പുറമേ നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റും ആണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ മസ്റ്റ് ആയിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മുൻപോട്ടുള്ള റെസിപ്പീസ് എല്ലാം കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.